ഓക്കെ, അപ്പോൾ ഇനി അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വരുമ്പം നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, നമുക്ക് ബേസിക് ആയിട്ട് 4 ഓപ്പറേഷൻസ് ആണുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലേ. ഇഫ് വി ആർ adding or subtracting values, if we are adding or subtracting values, then the final result should retain as many as number of decimal places as in the number with least decimal places, മനസ്സിലായോ? അതായത് നമ്മൾ വാല്യൂസ് നമ്മുടെ എന്താണ് ന്യൂമറിക്കൽ വാല്യൂസ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ എത്ര ഡെസിമൽ പ്ലേസസ് ആണ് ഉണ്ടാവേണ്ടത്? ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡെസിമൽ പ്ലേസ് ഏത് നമ്പറിലാണോ ഉള്ളത് അത്രയും ഡെസിമൽ പ്ലേസസ് ആണ് നമ്മുടെ റിസൾട്ടൻറ്റിൽ ഉണ്ടാവേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ 7.698 പ്ലസ് 18.26 പ്ലസ് 9.6 പ്ലസ് 7.567 ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു 4 വാല്യൂസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് നോക്കാം. കാൽക്കുലേറ്ററിൽ 7.698 പ്ലസ് 18.26 പ്ലസ് 9.6 പ്ലസ് 7.5679 ആഡ് ചെയ്തപ്പം എനിക്ക് കിട്ടി 42.8259. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ടൻറ്റ് വാല്യൂ. അപ്പോൾ ഈ ഒരു റിസൾട്ടൻറ്റ് വാല്യൂവിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാക്കും? എനിക്കിവിടെ 4 വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഏത് നമ്പറിലാണ്? 9.6ലാണ്. ഒരു ഡെസിമൽ പ്ലേസ് ആണ് അല്ലേ. ആദ്യത്തതിൽ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ നമ്മുടെ റിസൾട്ടൻറ്റിൽ നമ്മൾ വാല്യൂസിനെ ആഡ് ചെയ്യോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യണ സമയത്ത് ആ ഒരു സെറ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഏത് നമ്പറിലാണോ അത്രയും നമ്പറാണ് വേണ്ടത്. സോ നമുക്കിവിടെ എന്ത് മതി? 42.8 മതി അല്ലേ. ബാക്കി ഈ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഈ ഒരു ഡെസിമൽ വാല്യൂവിലുള്ള ഈ ഒരു പാർട്ട് നമുക്ക് വേണ്ട. അപ്പം ഇങ്ങനെ നമ്മൾ ചില നമ്പേഴ്സ് നമ്മൾ ഒമിറ്റ് ചെയ്യണ സമയത്ത്, ഇങ്ങനെ നമ്മൾ ഈ റൂൾസ് അപ്ലൈ ചെയ്ത് ചില നമ്പേഴ്സ് നമ്മൾ ഒമിറ്റ് ചെയ്യണ സമയത്ത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആ വാല്യൂ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്താൽ മതിയോ എന്നുള്ളത് നമ്മൾ ഏത് റൂൾസ് വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്? റൗണ്ടിങ് ഓഫ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. റൗണ്ടിങ് ഓഫ് നമുക്ക് നോക്കാം. യെസ്, അതിലേക്ക് പോണതിന് മുമ്പ് ഇപ്പം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ആഡ് ചെയ്യോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടൻറ്റിൽ എന്തുണ്ടായിരിക്കണം? ആ വാല്യൂസിൽ ഏറ്റവും മിനിമം ആയ ഡെസിമൽ പ്ലേസസ് എത്ര നമ്പറാണോ ആ നമ്പറാണ് ഉണ്ടാവേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുവാണ്. ഇഫ് വി ആർ മൾട്ടിപ്ലൈയിങ് ഓർ dividing values, then the final result should retain as many as നമ്മുടെ അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കാര്യം വന്നപ്പം എന്തായിരുന്നു? ഡെസിമൽ പ്ലേസസ് ആയിരുന്നു. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കാര്യം വരുമ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. as many as significant figures in the number, as many as significant figures as in the number with ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള നമ്പർ എത്ര കൗണ്ടാണോ ഉള്ളത് അത്രയും കൗണ്ടാണ് നമ്മുടെ റിസൾട്ടൻറ്റിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കോളൂ. 2.68 into 3.7. ഓക്കെ, നമുക്കിതിൽ ആദ്യത്തതിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. രണ്ടാമത്തതിൽ നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത് അല്ലേ. യെസ്, നോക്കിക്കോളൂ.
നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് 2.68 ഇൻറ്റു 3.7 നമുക്ക് കിട്ടുന്ന ആൻസർ 9.916 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 9.916 ആണ്. നമ്മുടെ റൂൾസ് അനുസരിച്ച് എന്താണ് ഏറ്റവും മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏത് വാല്യൂലാണോ, ഏത് ന്യൂമറിക്കൽ വാല്യൂലാണോ ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂവിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് നമുക്കുള്ളത്. സോ നമുക്ക് എന്ത് മതി? 9.9 മതി. മനസ്സിലായല്ലോ? 9.9. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ കമ്പൈൻ ചെയ്യുന്നത്, അതായത് അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമ്മുടെ റിസൾട്ടൻറ്റിൽ ഏറ്റവും മിനിമം ഡെസിമൽ പ്ലേസസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഏത് ന്യൂമറിക്കൽ വാല്യൂവിലാണോ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത്, മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള അത്രയും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ നമ്മുടെ റിസൾട്ടൻറ്റിൽ റീടൈൻ ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത് രണ്ടുമാണ് അരിത്മെറ്റിക് ഓപ്പറേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട റൂൾസ്. നമുക്കിനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം നോക്കാം, റൗണ്ടിങ് ഓഫ്. അപ്പോൾ അതും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു. നമുക്ക് എന്നിട്ട് ഈ എല്ലാ സംഭവങ്ങളും കൂടെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? യെസ്. അപ്പോൾ റൗണ്ടിങ് ഓഫിൽ നമ്മൾ നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യുമ്പം നമുക്ക് 2 പ്രധാനപ്പെട്ട റൂളാണ് ഉള്ളത്. ഫസ്റ്റ് റൂള്, ഇഫ് ദ നമ്പർ ഫസ്റ്റ് നമ്പർ if the first number we are dropping അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, we are dropping is 2 കേസാണ്. ഒന്ന് രണ്ടല്ല, നമുക്ക് 3 കേസ് ഉണ്ട്. ഒന്ന് ഗ്രേറ്റർ ദാൻ 5, രണ്ടാമത്തത് ലെസ് ദാൻ 5, മൂന്നാമത്തത് ഈക്വൽ ടു 5. ഓക്കെ, അതായത് നമ്മൾ ഒരു നമ്പർ നമ്മൾ ഡ്രോപ്പ് ചെയ്യണ സമയത്ത് ആ നമ്പർ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 5 ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു 5 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രീസീഡിങ് നമ്പറിൻ്റെ കൂടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഡിജിറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ് പ്രീസീഡിങ് ഡിജിറ്റിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യും. മനസ്സിലായോ? ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ പ്രീസീഡിങ് ഡിജിറ്റ് റിമൈൻസ് ആസ് സച്ച്, അതിലൊരു വേരിയേഷനും ഉണ്ടാവില്ല. ഇനി ഈക്വൽ ടു 5 ആണെങ്കിൽ എഗെയിൻ അവിടെ 2 കേസ് ഉണ്ട്. ഒന്ന് പ്രീസീഡിങ് ഡിജിറ്റ് ഈവൻ ആവും, 2 പ്രീസീഡിങ് ഡിജിറ്റ് ഓഡ് ആവും. ഈവൻ ആണെങ്കിൽ നമ്മുടെ പ്രീസീഡിങ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ റിമൈൻസ് ആസ് സച്ച്. ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും ആദ്യത്തെ നമ്പർ ഒന്നെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 5നേക്കാളും ചെറുതായിരിക്കും, അല്ലെങ്കിൽ 5നേക്കാളും വലുതായിരിക്കും. 5നേക്കാളും ചെറുതാണെങ്കിൽ നമ്മുടെ പ്രീസീഡിങ് നമ്പറിനെ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. 5നേക്കാളും വലുതാണെങ്കിൽ നമ്മുടെ പ്രീസീഡിങ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. 5 ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മുടെ പ്രീസീഡിങ് നമ്പർ നമ്മൾ ചെക്ക് ചെയ്യും. അത് ഈവൻ ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യും. അത് ഓഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. നമുക്ക് നോക്കാം, ഈ 4 കേസിലും നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു ഡിജിറ്റ് 18569 ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. അപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 6. എനിക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. എനിക്ക് എൻ്റെ നമ്പറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. ഞാൻ കൗണ്ട് ചെയ്യുവാണ് 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയി അല്ലേ? അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിക്കഴിഞ്ഞാൽ
എൻ്റെ ആ ഒരു ഞാൻ ഡ്രോപ്പ് ചെയ്യുന്ന സെറ്റ് എന്താണ്? 6, 9 എന്നുള്ള സെറ്റാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ഡ്രോപ്പ് ചെയ്യുന്ന ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് നമ്പർ കൺസിഡർ ചെയ്തു 6. 6 എന്താണ്? 6 ഗ്രേറ്റർ ദാൻ 5 ആണ്. 6 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ 1 ഞാൻ ആഡ് ചെയ്യും. സോ എൻ്റെ റിസൾട്ട് എന്താവും? 18.6 ആവും. മനസ്സിലായോ? ഒരു പക്ഷേ നിങ്ങളുടെ നമ്പർ 18.69. ഇങ്ങനെയാണ്. ഈ കേസിൽ എനിക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. അല്ലെങ്കിൽ നോ ഡെസിമൽ പ്ലേസസ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ആൻസർ നോ ഡെസിമൽ പ്ലേസസ് ആണെങ്കിലും, നോ ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഐദർ ഡെസിമൽ പ്ലേസസ് വെച്ചിട്ടാവാം നമ്മുടെ റൗണ്ടിങ് ഓഫ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ടാവാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല ഈ കേസിൽ വരുമ്പം. അപ്പോൾ ഞാൻ എവിടെ തൊട്ടാണ്? എനിക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. 1ഉം 8ഉം ആയി. എൻ്റെ ഡ്രോപ്പിംഗ് ഇവിടം തൊട്ടാണ്. ആദ്യത്തെ ഡിജിറ്റ്, ആദ്യത്തെ ആ ഡ്രോപ്പിംഗ് സെറ്റിൽ ഫസ്റ്റ് നമ്പർ ഏതാണ്? 6 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ തൊട്ട് മുമ്പത്തെ ഡിജിറ്റ് എന്താണ്? 18 ആണ്. 8 ആണ്. 1 ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ പോയിന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ നമ്പറിനെ ഡ്രോപ്പ് ചെയ്യുമ്പം നമുക്ക് 1 ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ട അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ റീറ്റെയിൻ ചെയ്യാം ആസ് പെർ ദ റൂൾസ്. മനസ്സിലായോ? ഇത് നമുക്ക് ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ നിങ്ങളുടെ നമ്പർ ലെസ് ദാൻ 5 ആണ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന നമ്പർ. ഡ്രോപ്പ് ചെയ്യുന്ന നമ്പർ ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ 296.245. ഓക്കെ. അപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോണത്, എനിക്കിതിൽ 1 ഡെസിമൽ പ്ലേസ് ആണ് എനിക്ക് ആവശ്യം. എനിക്ക് ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടായാൽ മതി. സോ എൻ്റെ ഡ്രോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? 4 തൊട്ടാണ്. 4 എന്താണ്? 4 ലെസ് ദാൻ 5 ആണ് അല്ലേ? 4 ഈസ് ലെസ് ദാൻ 5 ആണ്. സോ പ്രീസൈഡിങ് ഡിജിറ്റിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. സോ നമ്മുടെ റിസൾട്ട് എന്താണ്? 296.2 ആണ് നമ്മുടെ ആൻസർ. ഒരു പക്ഷേ എനിക്ക് കിട്ടേണ്ടത് നോ ഡെസിമൽ പ്ലേസ് ആണെന്ന് വിചാരിച്ചോളൂ. നോ ഡെസിമൽ പ്ലേസ് ആണ്, അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതിയെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? 2 തൊട്ടാണ്. സോ പ്രീസൈഡിങ് ഡിജിറ്റ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്താൽ മതി. എൻ്റെ ആൻസർ എന്തായി? 296 ആയി. ബാക്കിയുള്ളതിനെയൊക്കെ ഞാൻ ഒഴിവാക്കി. മനസ്സിലായല്ലോ? യെസ്. ഇനി എനിക്ക് 5 ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആദ്യം ഗ്രേറ്റർ ദാൻ 5 നോക്കി, പിന്നെ ലെസ് ദാൻ 5 നോക്കി. ഇപ്പോൾ ഈസ് ഈക്വൽ ടു 5 ആണ്. 5, 4, 6.25. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഒരു കാര്യം ചെയ്യാം, 5 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, 25 എന്നിരുന്നോട്ടെ. 25. അപ്പം ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോണത്, എനിക്കിവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി, അല്ലെങ്കിൽ 1 ഡെസിമൽ പ്ലേസ്. സോ എൻ്റെ ഡ്രോപ്പിംഗ് 5 തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. ഫസ്റ്റ് നമ്പർ 5 ആണ് അല്ലേ? അപ്പോൾ അതിന് മുമ്പുള്ള നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പറിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 5 to 2.5. ഓക്കെ. എനിക്ക് നോ ഡെസിമൽ പ്ലേസ് ആണ് കിട്ടേണ്ടത്. എൻ്റെ ഡ്രോപ്പിംഗ് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പത്തെ നമ്പർ ഈവൻ നമ്പർ ആണ്. പോയിന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ഈ റൂൾസ് സെയിം ആണ്. അത് ഓർത്തിരിക്കണം. ഇവിടെ പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഈ റൂൾ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുവാണ്. പോയിന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും 5 ആണ്, അതിന് മുമ്പ് ഈവൻ നമ്പർ ആണ്. സോ അങ്ങനെ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യും. മനസ്സിലായല്ലോ? ഇനി 5 ആയിട്ട് ഓഡ് നമ്പർ ആയാലോ? അപ്പം നമ്മൾ പ്രീസീഡിങ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. നോക്കിക്കോളൂ. 24.75. അപ്പം ഞാനിവിടെ 5 തൊട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതിന് മുമ്പ് എന്താണ്? ഓഡ് നമ്പർ ആണ്. സോ 24.8. ഒരു വാല്യൂ ഇപ്പം 25 അല്ലെങ്കിൽ വേണ്ട 29.5. 29.5 ആണെങ്കിൽ 5 തൊട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തത് ഓഡ് നമ്പർ ആണ്. സോ എനിക്ക് എന്ത് കിട്ടി? 30. 1 ഞാൻ ആഡ് ചെയ്യും. എനിക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടും. മനസ്സിലായല്ലോ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ്? യെസ്. അപ്പം 4 റൂൾസാണ് നമ്മൾ റൗണ്ടിങ് ഓഫിൽ പഠിച്ചത് അല്ലേ? ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ പ്രീസീഡിങ് ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ലെസ് ദാൻ 5 ആണെങ്കിൽ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. ഈക്വൽ ടു 5 ആണെങ്കിൽ പ്രീസീഡിങ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും.
പ്രീസീഡിങ് ഡിജിറ്റ് ഓഡ് ആണെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കോൺസെപ്റ്റ് അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൻ്റെ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സയൻറ്റിഫിക് നൊട്ടേഷനും നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ ഇനി നമുക്ക് ഈ പഠിച്ച ഈ കോൺസെപ്റ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 7.203 മീറ്ററാണ്. ഓക്കെ, നമ്മളോട് 2 കാര്യം അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വോള്യൂം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സർഫേസ് ഏരിയയും അതേപോലെ വോള്യൂമാണ് നമ്മുടെ അടുത്ത് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. നമുക്കൊരു ക്യൂബിൻ്റെ ലെങ്ത്താണ്, ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് അവർ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ക്യൂബിൻ്റെ വോള്യൂം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ടോട്ടൽ സർഫേസ് ഏരിയയുടെ? ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 6 × a² ആണ് അല്ലേ. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? നമുക്കറിയാം, ഒരു ക്യൂബ് എന്ന് പറയുമ്പം അതിലുള്ള എല്ലാ ഫേസസും എന്തായിരിക്കും? അതിലുള്ള ഇങ്ങനെയാണ് നമ്മുടെ ക്യൂബ് ഇരിക്കണം അല്ലേ. ഈ ക്യൂബിൻ്റെ എല്ലാ ഫേസസും എന്തായിരിക്കും? എല്ലാ ഫേസസും സ്ക്വയർ ആണ്. അപ്പോൾ ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ഒരു ക്യൂബിന് 6 ഫേസ് ആണുള്ളത്. നമ്മൾ ഈ ലൂഡോ കളിക്കുന്ന ഡൈസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു ക്യൂബിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മൾ ലൂഡോ കളിക്കണം ആ ഡൈസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഡൈസിലുള്ള ഓരോ ഫേസും അല്ലെ അതിൽ 6, അതായത് 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സാണ് അവരതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 ഫേസസ് ആണ് അതിനുള്ള. ആ ഓരോ ഫേസും എന്താണ്? സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുമ്പം ആ 6 ഫേസിൻ്റെയും ഏരിയ നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ സർഫേസിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ നമുക്കറിയാം റിപ്പീറ്റഡ് അഡീഷൻ ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 6 × a². ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. സോ a². അപ്പോൾ 6 ഫേസ് ആണുള്ളത്. അപ്പം 6a² ആണ്. അപ്പോൾ നമുക്ക് അവരിവിടെ എ തന്നിട്ടുണ്ട് 7.203 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 6 × 7.203 × 7.203 ആണ് അല്ലേ. 7.203 × 7.203. യെസ്. ഇവിടെ ഒരു വേറെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല അല്ലേ. ഓക്കെ, ഇവരവിടെ അതായത് ഇവിടെ അവർ തന്നിട്ടുള്ളത് നോക്കിക്കോളൂ. അപ് ടു 1 ഡെസിമൽ പ്ലേസ് വരെ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ് ടു 1 ഡെസിമൽ പ്ലേസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ് ടു 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം. യെസ്, കാൽക്കുലേറ്ററിൽ ഞാൻ സോൾവ് ചെയ്യാം. 6 × 7.203 × 203. നമുക്ക് കിട്ടണ ആൻസർ 311.299. നമുക്ക് കിട്ടണ ആൻസർ 311.299 ആണ്. നമ്മളോട് ഇവിടെ 2 കണ്ടീഷൻസ്, ഒന്നെങ്കിൽ അപ് ടു 1 ഡെസിമൽ പ്ലേസ്, അല്ലെങ്കിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം ഇത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയി. 4ാമത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇതാണ്. അപ്പം നമ്മൾ ഈ 2 വരെയുള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ബാക്കി നമ്മൾ ഡ്രോപ്പ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ വാല്യൂസ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യണേ? വാല്യൂസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗണ്ടിങ് ഓഫ് ടെക്നിക്ക്, നമുക്കറിയാം റൗണ്ടിങ് ഓഫ് ടെക്നിക്കിൽ നമ്മൾ 3 റൂൾസ് ആണ്. അതായത് റൗണ്ടിങ് ഓഫ് എന്നുള്ള ആ പരിപാടിയിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ച 2 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ്. ഒന്ന് ഗ്രീറ്റർ ദാൻ, 3 ഇമ്പോർട്ടൻറ്റ് റൂൾസ് പഠിച്ചു. ഒന്ന് ഗ്രീറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യും, ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ എന്ത് ചെയ്യും, 4 അതിൽ മൊത്തം നമ്മൾ പറയുമ്പോൾ
പറയുമ്പോൾ 4 കേസസ് ഉണ്ടായിരുന്നു അല്ലേ. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ആ ഡിജിറ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, തൊട്ട് മുമ്പത്തെ ജസ്റ്റ് പ്രീസീഡിങ് ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കും. അതല്ല ലെസ് ദാൻ 5 ആണെങ്കിൽ അത് വെറുതെ ഡ്രോപ്പ് ചെയ്യും, പ്രീസീഡിങ് ഡിജിറ്റിനെ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ പ്രീസീഡിങ് ഡിജിറ്റ് ഓഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും, പ്രീസീഡിങ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ തന്നെ വിടും എന്നുള്ള 4 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് അപ് ടു 1 ഡെസിമൽ പ്ലേസ് വരെ അല്ലെങ്കിൽ അപ് ടു 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ. അപ്പോൾ അതിനുശേഷം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുവാണ്. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 9 ആണ്. അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 ആഡ് ചെയ്യും. സോ 311.3 മീറ്റർ സ്ക്വയർ ആണ് എന്ത് നമ്മുടെ ടോട്ടൽ സർഫേസ് ഏരിയ. ഇനി നമുക്ക് വോള്യൂം നോക്കാം. ക്യൂബിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് A ക്യൂബാണ്. സൈഡ് ഇൻറ്റു സൈഡ് ആണ് നമ്മുടെ ക്യൂബിൻ്റെ വോള്യൂം. സോ 7.203 ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 7.203 into 7.203 into 7.203 നമുക്ക് 273.714 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ അപ് ടു 1 ഡെസിമൽ പ്ലേസ് ആണ് അല്ലെങ്കിൽ അപ് ടു 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമുക്കിതാ 373.7 വരെ മതി. ഇവിടെ ലെസ് ദാൻ 1 ആണ്. സോ നമ്മൾ ആ 7നെ അങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്ത് കൊണ്ടുപോകും. 373.7 മീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമുക്ക് മാസ് തന്നിട്ടുണ്ട്. മാസ് ഈസ് ഈക്വൽ ടു 5.74 ഗ്രാം ആണ്. നമുക്ക് വോള്യൂം തന്നിട്ടുണ്ട്. വോള്യൂം 1.2 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1.2 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൻസിറ്റി ആണ് കാണാനുള്ളത്. ഡെൻസിറ്റി ആണ്. ഓക്കെ, നമുക്ക് ഡെൻസിറ്റി ആണ് കാണാനുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും തരാത്ത സ്ഥിതിക്ക് നമുക്കറിയാം നമ്മളവിടെ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യണേ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റിൽ. നമ്മൾ 2 റൂള് പഠിച്ചായിരുന്നു. അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിസൾട്ടൻറ്റിൽ പ്രത്യേകിച്ച് അവർ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല. അതായത് അപ് ടു 1 ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ അപ് ടു 2 ഡെസിമൽ പ്ലേസ് ഓർ അപ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നൊക്കെ ഉള്ള പോലത്തെ കണ്ടീഷൻസ് ഒന്നും അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ റൂൾസ് ബേസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യും. അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമ്മുടെ റിസൾട്ടൻറ്റിൽ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഏത് നമ്പറിലാണോ അതിനനുസരിച്ചിട്ടുള്ള ഡെസിമൽ പ്ലേസസ് ആയിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റിൽ. അതേപോലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുവാണെങ്കിൽ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതാണോ അതായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റിൽ ഉണ്ടാവുക. ഇവിടെ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോള്യൂം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോള്യൂം ആണ്. നമ്മളിവിടെ പെർഫോം ചെയ്യണ ആക്ഷൻ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പെർഫോം ചെയ്യണ ഓപ്പറേഷൻ എന്താണ്? ഡിവിഷൻ ആണ്. അപ്പോൾ നോക്കിക്കോളൂ, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോള്യൂം ആണ്. 5.74 ഡിവൈഡഡ് ബൈ 1.2. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഈ ഒരു മാസിൽ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. നമ്മുടെ വോള്യത്തിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതാണോ അതാണോ ഉണ്ടാവുക. ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് മിനിമം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ എന്താണ് ഉണ്ടാവേണ്ടത്? നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. യെസ്, നമുക്ക് നോക്കാം. 5.74 ഡിവൈഡഡ് ബൈ 1.2.
അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 4.783 ആണ്. 4.783 gram per centimeter cube ആണ് നമുക്ക് കിട്ടിയ ആൻസർ. നമുക്കിവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വേണ്ടത്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വേണ്ടത്. സോ 4.7 ഈ 2 ഡിജിറ്റ്സ് നമുക്ക് മതി. ബാക്കിയുള്ളത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്തായി? 4.8 gram per centimeter cube. 4.8 gram per centimeter cube എന്നായി. മനസ്സിലായോ? യെസ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓരോ നമ്പേഴ്സിലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും വെച്ച് നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളും പഠിച്ചു. സോ അത് വെച്ച് നമുക്ക് ഓപ്പറേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസിനനുസരിച്ച് നമ്മൾ നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. (101.2) plus 18.7702. കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഞാൻ എഴുതാം, എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. 2.2.881.013 is equal to 76.4 into 180.4 is equal to 934.9 divided by 0.00455 is equal to. കുറച്ച് പ്രോബ്ലംസ് നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യണം. നമുക്കറിയാം ഇവിടെ നമ്മൾ ഓരോ ഡിജിറ്റിലും ഒന്നെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് നോക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് നോക്കും. അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് നോക്കും റിസൾട്ടൻറ്റിൽ. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. 101.2 പ്ലസ് 18.702. നമുക്ക് കിട്ടുന്ന ആൻസർ 119.902 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 119.902 ആണ്. ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ഷൻ അഡീഷൻ ആണ്. അഡീഷൻ ആകുമ്പോൾ നമ്മൾ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് എന്താണ്? 1 ആണ് അല്ലേ? മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് 1 ആണ്. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇവിടെ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഏത് വാല്യൂ ആണ് ചെറുത്? 1 ആണ് ചെറുത്. സോ നമ്മുടെ ആൻസറിലും 1 ഡെസിമൽ പ്ലേസ് ഉണ്ടായാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗണ്ടിങ് ഓഫിൽ പഠിച്ച കാര്യങ്ങൾ നോക്കും. ഇവിടെ 0 ആണ്. 0 ഒബ്വിയസ്ലി എന്താണ്? ലെസ് ദാൻ 5 ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 119.9 ആണ് നമ്മുടെ ആൻസർ. 119.9 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 202.88 മൈനസ് 1.013. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിക്കോളൂ. 201.867 ആണ്. 201.867 ആണ്. എഗെയിൻ ഹിയർ വി ആർ പെർഫോമിങ് സബ്ട്രാക്ഷൻ അല്ലേ? ഈ ഒരു നമ്പറിൽ നമ്മൾ വേറൊരു നമ്പർ മൈനസ് ചെയ്യുവാണ്. മൈനസ് ചെയ്യുന്ന സമയത്തും നമ്മൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് നോക്കണത്. ഇവിടെ 2 ഇൻ നമ്പർ ആണ്, ഇവിടെ 3 ഇൻ നമ്പർ ആണ്. വിച്ച് നമ്പർ ഈസ് ലെസ്? 2 ആണ് ലെസ് അല്ലേ? 2 ആണ് 3നേക്കാളും ലെസ്. സോ നമുക്കിവിടെ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ടായാൽ മതി. സോ നമ്മൾ ഇവിടെ 7 ഡ്രോപ്പ് ചെയ്യും. 7 നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ വി ഷുഡ് ആഡ് 1. അപ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എന്തായി? 201.87 ആവും അല്ലേ? 201.87 ആണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണ്ടല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. സിമ്പിളാണ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. യെസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 76.4 ഇൻറ്റു 180.4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 13782.56.
13782.56. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്, ഇവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ നമ്പറിലുള്ളത്, രണ്ടാമത്തെ നമ്പറിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറായി? 3, 5, നമുക്ക് 7 സിഗ്നിഫിക്കൻറ്റ് ഫിഗറായി. 7 സിഗ്നിഫിക്കൻറ്റ് ഫിഗറായി. ആക്ച്വലി നമ്മുടെ റിസൾട്ടൻറ്റിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, 1, 3, 7, 8, 2, 5, 6, ഇവിടെ 2.567 നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പം നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടായാൽ മതി. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പം ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ്, നമ്മൾ ഈ ഒരു പാർട്ട് തൊട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയുവാണല്ലേ. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ നമുക്ക് 1, 3, 7 വരെ ഉണ്ടായാൽ മതി. 1, 3, 7 വരെ ഉണ്ടായാൽ മതി. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ 8 തൊട്ടുള്ള പാർട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ നമ്മൾ 1 ആഡ് ചെയ്യുന്നു, 138 എന്ന് നമുക്ക് 138 എന്ന് നമുക്ക് കിട്ടും അല്ലേ. യെസ്. അപ്പോൾ 138 എന്ന് കിട്ടുന്ന സമയത്ത് കുറേ പേര് വിചാരിക്കും ഇവിടുത്തെ നമ്പർ 5 ഡിജിറ്റ് നമ്പറാണ്. 13782, അതായത് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 13,782 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, 138 ആണ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണോ ആവശ്യം, അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ബാക്കി പാർട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയും. ഡ്രോപ്പ് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾ ആ നമ്പർ ഏതാണെന്നുള്ളത് നോക്കി നമ്മുടെ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ് അനുസരിച്ച് ഇവിടെ 1 കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പോയിന്റിന് മുമ്പ് നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ ആസ് മെനി ആസ് സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. പോയിന്റിന് മുമ്പ് നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും, സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 13,800 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വാല്യൂ നമുക്ക് കിട്ടിയ ആൻസറിന് നിയറർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. 13,782 എന്ന് പറയുന്ന വാല്യൂയുടെ അടുത്തുള്ള വാല്യൂ ആണ് 13,800. പക്ഷേ ഈ വാല്യൂ നമുക്കറിയാം ട്രെയിലിംഗ് സീറോസ് എന്താണ്, ഒരു നമ്പർ ഹോൾ നമ്പർ ആണ്, അതിൽ ഡെസിമൽ പ്ലേസസ് ഒന്നും ഇല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എന്താണ്, ട്രെയിലിംഗ് സീറോസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയി, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയി. സോ നമ്മുടെ ആൻസർ 13800. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നമ്പേഴ്സ് കിട്ടിയാൽ അല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലാസ്റ്റ് നമ്പർ നോക്കാം. ലാസ്റ്റ് നോക്കിക്കോളൂ, 934.9 ഡിവൈഡഡ് ബൈ 0.00455. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 205,472.527. എഗെയിൻ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, ഇവിടെ നമ്മൾ ചെയ്യണ ഓപ്പറേഷൻ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമ്മൾ ചെയ്യണ ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. അപ്പം മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്കറിയാം ഒരു നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഡെസിമൽ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലും അതേപോലെ ഡെസിമൽ പോയിന്റിൽ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് വരുന്ന എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഈ നമ്പറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. വിച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ അല്ലെങ്കിൽ വിച്ച് നമ്പർ ഈസ് സ്മോളർ, നമ്മുടെ 3 ആണ് സ്മോളർ. സോ നമ്മുടെ റിസൾട്ടൻറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്, റിസൾട്ടൻറ്റിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. സോ 205 വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 205 ഇവിടെ നമുക്ക് ഇവിടുത്തെ നമ്മുടെ വാല്യൂ ലെസ് ദാൻ 5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ദാൻ 5 ആയി കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യില്ല. നമ്മുടെ പ്രീസൈഡിങ് ഡിജിറ്റിനെ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. ആസ് മെനി ആസ് നമ്പർ ഓഫ് സീറോസ്, നമ്മുടെ ഹോൾ നമ്പർ പാർട്ടിൽ എത്ര ഡിജിറ്റ്സ് ആണ് നമുക്കിനി ബാക്കിയുള്ളത് അത്രയും സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ആൻസർ എന്താണ്, 205,000. 205,000 ഈസ് അവർ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ,
നമ്മൾ കുറച്ച് മുമ്പ് നമ്മളൊരു ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം നമ്മൾ അപ് ടു 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ റൗണ്ട് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അപ് ടു 1 ഡെസിമൽ പ്ലേസ് വരെ റൗണ്ട് ഓഫ് ചെയ്യണമെന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നോക്കിക്കോളൂ. 6 × 7.203 × 7.203 എന്നായിരുന്നു. നമുക്ക് കിട്ടിയ ആൻസർ 311.29 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ 311.29 ആണ്. ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങൾക്ക് കണ്ടീഷൻ അപ് ടു 1 ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ അപ് ടു 4 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നുള്ളൊരു കണ്ടീഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സമയത്തും അവർ നമുക്ക് അങ്ങനെ കണ്ടീഷൻസ് തന്നുന്നില്ല. അപ്പം അങ്ങനെ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മൾ ചെയ്യണ ഓപ്പറേഷൻ എന്താണ്. ഇവിടെ നമ്മൾ ചെയ്യണ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ എല്ലാ നമ്പേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കൺസിഡർ ചെയ്യണത്. ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്, ഇവിടെ 4 എണ്ണം വീതമുണ്ട്. ഏതാണ് ലെസ്? 1 ആണ് ലെസ്. നമുക്കിവിടെ കിട്ടിയ നമ്പറിൽ നമുക്ക് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ആക്ച്വലി നമുക്ക് എന്ത് മതി? ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. അപ്പം ഞാനിവിടെ 3 എടുത്തു. ഞാനിവിടെ 1 1 2 9 എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ 1 ആണ് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത്, <5 ആണ്. സോ 3നെ ഞാൻ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. 2 zeros ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 3നെ ഞാൻ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് 2 zeros ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. സോ എൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായി? 300 എന്നായി. മനസ്സിലായല്ലോ? യെസ്. നിങ്ങൾക്ക് അവർ കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യണ സമയത്ത്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യണ സമയത്ത് നമ്മൾ കുറച്ച് റൂൾസ് ഡിസ്കസ് ചെയ്തതാണ്. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. യെസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ള നമ്പേഴ്സിൽ, അതായത് ആ വാല്യൂസിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനേക്കാളും നമ്മുടെ ആൻസറിൽ കിട്ടണം ആ ഒരു വാല്യൂയുടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഭയങ്കര കൂടുതലാവണ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. നോക്കാം. നമുക്ക് കുറച്ച് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്യോർലി ഒന്നെങ്കിൽ അഡിഷൻ മാത്രം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ മാത്രം, അതോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മാത്രം, അല്ലെങ്കിൽ ഡിവിഷൻ മാത്രമാണ്. നമുക്ക് കുറച്ച് കോമ്പിനേഷൻസ് നോക്കാം. കുറച്ച് ഓപ്പറേഷൻസിൻ്റെ കോമ്പിനേഷൻസ് നോക്കാം. നോക്കിക്കോളൂ. 1.014 പ്ലസ് 0.07 ഡിവൈഡഡ് ബൈ 5.11 അല്ലേ? നമുക്കിതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1.014 പ്ലസ് 0.07 ഡിവൈഡഡ് ബൈ 5.11. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് 2 ഓപ്പറേഷൻ ഉണ്ട്. ഒരു ഓപ്പറേഷൻ എന്താണ്? ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. ഹിയർ വി ഹാവ് 2 ഓപ്പറേഷൻസ് അല്ലേ? നമ്മുടെ ഒരു ഓപ്പറേഷൻ അഡീഷൻ ആണ്, രണ്ടാമത്തെ ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. നമുക്കറിയാം നമ്മൾ അഡീഷൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ്. ഇൻ ദ കേസ് ഓഫ് അഡീഷൻ വി കൺസിഡർ ദ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് അല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ വി കൺസിഡർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഡിവിഷൻ്റെ കാര്യം വരുമ്പോഴേക്കും നമ്മൾ കൺസിഡർ ചെയ്യണത് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കിക്കോളൂ. നമ്മൾ ആദ്യം നമുക്കറിയാം ഇതൊരു ഫ്രാക്ഷൻ ആണല്ലേ? നമുക്ക് ഈ ഡിവിഷൻ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഇതൊരു ഫ്രാക്ഷൻ ആണ്. നമ്മൾ ആദ്യം ന്യൂമറേറ്ററിൻ്റെ ഓപ്പറേഷൻ എന്താണോ അത് സോൾവ് ചെയ്ത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. ഡിനോമിനേറ്ററിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ നിങ്ങൾ സോൾവ് ചെയ്ത് ഡിനോമിനേറ്ററിൽ നിങ്ങൾ എഴുതും. എന്നിട്ട് നമ്മൾ ഡിവിഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിലുള്ള ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ ആണ്. സോ ഞാൻ ന്യൂമറേറ്ററിലുള്ള ഡിജിറ്റ്സ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. 1.014 പ്ലസ് 0.07 1.014 പ്ലസ് 1.084 ഡിവൈഡഡ് ബൈ നമുക്കറിയാം 5.11. ഓക്കെ, 5.11 നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കണം. അതായത് ഇവിടെ നമ്മൾ മുകളിൽ ചെയ്യണ ഓപ്പറേഷൻ അഡീഷൻ ആണ്. അപ്പോൾ മുകളിൽ നമ്മൾ ചെയ്യണ ഓപ്പറേഷൻ അഡീഷൻ ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പറിൽ 3 ആണ്, രണ്ടാമത്തെ നമ്പറിൽ 2 ആണ്, മിനിമം നമ്പറാണ് 1.08 ആണ് വരേണ്ടത്. നമ്മൾ 4 ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് നമ്മൾ ആ ഇൻ്റർമീഡിയറ്റിൽ വരുന്ന റിസൾട്ട് നമ്മളൊരു എന്താ പറയുക കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻസ് ചെയ്യണ സമയത്ത് ഇൻ്റർമീഡിയറ്റിൽ നമുക്ക് നമ്പേഴ്സ് കിട്ടുമല്ലോ. ആ കിട്ടുന്ന നമ്പേഴ്സിനെ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്താണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണേ. പക്ഷേ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യും, അതിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്രയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. നോക്കിക്കോളൂ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 1.084 ഡിവൈഡഡ് ബൈ 5.11 ആണ്. ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവിടെ നമുക്ക് ഇവിടെ അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടി. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് 1.084 ഡിവൈഡഡ് ബൈ 5.11 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് നോക്കാം. 1.084 ഡിവൈഡഡ് ബൈ 5.11. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.212 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 0.212 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 0.212 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഈ വാല്യൂ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പം നമ്മുടെ ഇൻ്റർമീഡിയറ്റിൽ കിട്ടുന്ന റിസൾട്ട്സിനെ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഫൈനൽ ആൻസറിൽ നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ആ റൂൾസ് അപ്ലൈ ചെയ്താണ് നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ മോളിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്? മോളിൽ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. താഴെയും നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. മുകളിലും നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, താഴത്തും നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സോ നമ്മുടെ റിസൾട്ടൻറ്റിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. 0.212. മനസ്സിലായല്ലോ? നമ്മൾ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഡിജിറ്റ്സിനെ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യണ സമയത്ത് നമ്മൾ ആ ഡിജിറ്റ്സിനെ ഒഴിവാക്കില്ല, നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം. അതായത് നമുക്ക് ഒഴിവാക്കണ്ട. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 2 ഡെസിമൽ പ്ലേസസ് മതി. 1.08 ഡിവൈഡഡ് ബൈ 5.11 നല്ല നമ്മൾ ചെയ്യണേ. 1.084 ഡിവൈഡഡ് ബൈ 5.11 എന്ന് ചെയ്താണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് വാല്യൂ കിട്ടും. വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ അതിലെത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാവണം എന്ന് കണ്ടുപിടിക്കണ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഈ ഓരോരോ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പിലും നമുക്ക് എത്ര ഡെസിമൽ പ്ലേസസ് കിട്ടി അല്ലെങ്കിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കണക്കിലെടുക്കും. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നോക്കാം. നോക്കിക്കോളൂ. 3.4 പ്ലസ് 100.33 ഡിവൈഡഡ് ബൈ 2.5 മൈനസ് 0.11 അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് 3 ഓപ്പറേഷൻസ് ഉണ്ട്. ന്യൂമറേറ്ററിൽ ഓപ്പറേഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിൽ നമുക്ക് ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ അത് രണ്ടും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ന്യൂമറേറ്റർ സോൾവ് ചെയ്യാം. 3.4 പ്ലസ് 100.33 നമുക്ക് എന്ത് കിട്ടി? 103.73 കിട്ടി. ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ചെയ്യുമ്പം 2.5 മൈനസ് 0.11 ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് 2.39 കിട്ടി അല്ലേ? യെസ്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞത്, നമുക്ക് 2 ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് കിട്ടി. ആ 2 റിസൾട്ടിനെയും നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് നമ്മൾ ഓപ്പറേഷൻസ് പ്രൊസീഡ് ചെയ്യും. ഇപ്പം ഞാൻ ഓപ്പറേഷൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ്? ഡിവിഷനാണ്. സോ 103.73 ഡിവൈഡഡ് ബൈ 2.39 ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി 43.401. 43.4016 എന്നുള്ളതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഈ ഫൈനൽ ആൻസറിൽ നമ്മൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റീറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഡെസിമൽ പ്ലേസസ് റീറ്റെയിൻ ചെയ്യണം, അതാണ് ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിലും നമ്മുടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നോക്കിക്കോളും. ഇവിടെ നമുക്കറിയാം
അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണ്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണ്. നമ്മുടെ റിസൾട്ടൻറ്റിൽ ഒരൊറ്റ ഡെസിമൽ പ്ലേസ് മതി. 7ന് ശേഷമുള്ള ഡിജിറ്റ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 7ന് ശേഷമുള്ള ഡിജിറ്റ്സ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവിടെ ലെസ് ദാൻ 5 ആണ്. സോ നമുക്ക് അങ്ങനെ അത് നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ഡെസിമൽ പ്ലേസസ് നോക്കുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, നമുക്ക് 1 മതി. സോ 2.4 ആണ് അല്ലേ ഇവിടെ നമുക്ക് വരാൻ പോണത് 2.4 ആണ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഇവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെ നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. നമ്മുടെ റിസൾട്ടിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടാവണം? അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ തൊട്ടുള്ളതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇവിടെ നമുക്ക് ലെസ് ദാൻ 5 ആണ്. സോ 43ന് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. മനസ്സിലായല്ലോ? യെസ്. സോ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ 43 ആണ്. യെസ്, നമ്മുടെ ആൻസർ 43 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉണ്ടാവുമ്പോൾ അല്ലേ, ഒന്നിലധികം ഓപ്പറേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിൽ തന്നെ ഇന്റർമീഡിയറ്റിൽ വരുന്ന ആ റിസൾട്ടിൽ തന്നെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ചില സമയത്തിൽ നമ്മളങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ റിസൾട്ടിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻസ്, കുറച്ചധികം വേരിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ആ വാല്യൂവിനെ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് പോകണം. മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 566 അല്ല, 566.11 മൈനസ് 12.333 ഡിവൈഡഡ് ബൈ 3.45. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഓപ്പറേഷൻ ആണ്. ഒന്ന് സബ്ട്രാക്ഷൻ ആണ്, രണ്ടാമത് ഡിവിഷൻ ആണ്. ന്യൂമറേറ്ററിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ ഉള്ളൂ. നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. 566.11 മൈനസ് 12.333 നോക്കിക്കോളൂ. നമുക്ക് കിട്ടുന്ന ആൻസർ 553.777 ഡിവൈഡഡ് ബൈ 3.45. അപ്പോൾ ഈ ആൻസറിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. 553.777 ഡിവൈഡഡ് ബൈ 3.45. നമുക്ക് കിട്ടിയ ആൻസർ 160.515 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ ഇനി നോക്കാം, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് 553 നമുക്ക് ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് മതി. 553.78 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3.45. അപ്പോൾ ഇവിടെ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ആൻസറിൽ എന്ത് മതി? നമുക്ക് കിട്ടുന്ന ആൻസറിൽ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടായാൽ മതി. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് 160 വരെ ഉണ്ടായാൽ മതി. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് 5 ആണ്. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യണത് 5 ആണ്. സോ ഈസ് ഈക്വൽ ടു 5 ആകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിസീഡിങ് ഡിജിറ്റിനെ നോക്കും അല്ലേ. പ്രിസീഡിങ് ഡിജിറ്റ് 0 ആണ്. പ്രിസീഡിങ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആഡ് ചെയ്യും. ഇവിടെ 0 ഈവൻ നമ്പർ ആണ്. സോ അതുകൊണ്ട് നമ്മൾ ആ 0നെ അങ്ങനെ തന്നെ എഴുതും. സോ അവർ ആൻസർ ഈസ് 160. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഡയമെൻഷണൽ അനാലിസിസിലേക്ക് പോകാം. 0.05 പ്ലസ് 0.123 ഇൻറ്റു 1.02 പ്ലസ് 0.9. ഇത്ര നേരം നമ്മൾ ചെയ്തത് ഡിവിഷനൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു മൾട്ടിപ്ലിക്കേഷനും അഡീഷനൊക്കെ നോക്കാം. നോക്കിക്കോളൂ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. 0.05 ഇൻറ്റു 0.123 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അഡീഷൻ ആയിരുന്നു അല്ലേ. ഒരു മിനിറ്റ്. 0.05 പ്ലസ് 0.123. അപ്പോൾ നമുക്കിവിടെ 0.173 കിട്ടി ഇൻറ്റു 1.02 പ്ലസ്
0.9 that is equal to 1.92. അപ്പോൾ ഞാൻ ഇത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. 0.173 ഇൻറ്റു 1.92 that is equal to 0.33216. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇതിൽ നമ്മൾ എത്ര ഡിജിറ്റ്സ് ആണ് റീറ്റെയിൻ ചെയ്യേണ്ടത്. 0.33216 നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉണ്ടാവേണ്ടത് 2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 0.17 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉണ്ടാവേണ്ടത് 1 ആണ്. സോ 1.9 ആണ്. രണ്ട് സ്ഥലത്തും എന്താണ്, ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, ഇവിടെയും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സോ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൺസിഡർ ചെയ്താൽ മതി. 216 നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ലെസ് ദാൻ 5 ആണ്. സോ 0.33 മനസ്സിലായല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം നമ്മൾ പഠിച്ചു ഒരു നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിലെ ഒരു മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ സയൻറ്റിഫിക്കലി നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യണ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടൻറ്റിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. റൗണ്ടിങ് ഓഫിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ് വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ദർ. അതർവൈസ് നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ കോച്ചിങ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലി യൂട്യൂബ് ചാനൽസിൽ നമ്മൾ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയ ക്ലാസ്സസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ അല്ലെങ്കിൽ എന്ത് ഡെപ്തിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത്രയും ഡീപ്പായി അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റിയോടുകൂടി നോളജ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ശ്രമിക്കണേ. അപ്പോൾ ഏത് ടോപ്പിക്കായാലും, അതിപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷൻ ആയാലും, നമ്മൾ പഠിക്കുന്ന ഏത് കോൺസെപ്റ്റ് ആയാലും അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട്. യെസ്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇനിയും ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാം, പിന്നെ പതുക്കെ അല്ലേ അതിനുശേഷം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ വന്ന് കോമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ യെസ് അത് അണ്ടർ കൺസിഡറേഷനിലായിരിക്കും. സമയം പോലെ നമുക്ക് പതുക്കെ 1 by 1 ആയി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാം. യെസ്. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ. യെസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.